മാളികയിൽ പൊങ്കലുമായി വന്ന തൈമാസമേ. എന്താണ് അതെ, ഒരു കാര്യമുണ്ട്. എന്താണ്? ഇന്ന് രാവിലെ അമ്പിളിക്കുട്ടൻ ചേട്ടനും മറ്റേ രാഗിയും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു നമ്മുടെ തിണ്ണയിലിരുന്ന്. ഞാനപ്പോ പതുങ്ങി നിന്ന് കേട്ടു. നാണം വേണ്ടി നാണം. ഒരു ഭാര്യ ഭർത്താവ് കൂടെ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഇത് കുറെ നാളായി തുടങ്ങിയിട്ട് നിനക്ക് ഇമാരികളെ ഒളിഞ്ഞു ഓട്ടവും അപ്പുറത്ത് ചെവി വെച്ച് കേൾക്കല്. എന്തിനാണത്? അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോലെ വല്ലവരുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് നോക്കണത്? എന്നാ ഞാൻ പറയണില്ല, നിങ്ങളും കൂടി അറിയണമെന്ന് തോന്നിയ കാര്യം ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അറിയേണ്ട എന്ത് കാര്യം? അറിയാൻ പാടില്ല, പോയി അന്വേഷിക്കേ. അത് പറഞ്ഞോ? ഞാൻ അറിയേണ്ട കാര്യമാണെങ്കിൽ പറഞ്ഞു പറ. അതെ, അവരുടെ പെരപണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അമ്പിളിക്കുട്ടൻ ചേട്ടൻ്റെ. അപ്പൊ ഇപ്പൊ അത് നിർത്തി വെച്ചേക്ക, പൈസ ഇല്ലാത്തതുകൊണ്ട്. അത് നീ അറിഞ്ഞോ? അതൊക്കെ അവര് പറയുന്നുണ്ട്. അപ്പൊ ഇത് സംഗതി എന്താന്ന് വെച്ചാല്, ഇപ്പൊ രാഗി എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവള് പുതിയ വഴി കണ്ടുപിടിച്ചേക്കാണ്. അമ്പിളിച്ചേട്ടനെ കൊണ്ട് എന്തോ കാര്യം സാധിപ്പിച്ചിട്ട് കൈക്കൂലി മേടിക്കാൻ. അതെന്ത് കാര്യമായിരിക്കും? എന്തോ കാര്യം ആരെയോ വിളിച്ച് സാധിക്കാനുണ്ട്. അമ്പിളിച്ചേട്ടനാണെങ്കിൽ അമ്പിലും വില്ലിലും സമ്മതിക്കണില്ല. ഇവളാണെങ്കിൽ സമ്മതിക്കാതിരിക്കാൻ. പൈസ മേടിക്കണം എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യനിട്ട് ചക്രശ്വാസം വരിപ്പിക്കുക. അവസാനം എന്നിട്ട് പാവം ഗത്യന്തരില്ലാതെ എന്തെങ്കിലും സംഗതി കിട്ടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്താണെന്നുള്ളത്. എടീ, പുതിയ പാലത്തിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏതോ കോൺട്രാക്ടർ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. എനിക്കും തോന്നി പാലത്തിന്റെ പോലെ എന്തോ സംഗതിയാ പറയണതെന്നുള്ളത്. 2 ലക്ഷം രൂപ. അപ്പൊ അത് തന്നെ. എന്നിട്ട് കേക്ക് തീർന്നില്ല. അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഇഷ്ടക്കേടോടുകൂടി സമ്മതിച്ചിട്ട് പോയല്ലോ. അവൾ അപ്പൊ തന്നെ ഈ പൈസ തരാന്ന് പറഞ്ഞ കക്ഷിയുണ്ടല്ലോ, അവിടെ ഫോണിൽ വെച്ച് അയാളെ വിളിച്ചു. എന്നിട്ട് പറയാണ്, അമ്പിളിച്ചേട്ടൻ എല്ലാം സമ്മതിച്ചിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, കാര്യം സാധിക്കും. അപ്പൊ ഇന്ന് രാത്രി തന്നെ പൈസ കൊണ്ട് തന്നോളാൻ. കണ്ടോ, ഭർത്താവിന് പിന്തുണ ഉണരണം. ഭാര്യമാർ ഇങ്ങനെ ആയിരിക്കണം. പൊതുപ്രവർത്തകന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ ഇത് മതി ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ജയത്തിന്. അതിന് വഴി ഞാൻ കണ്ടെത്തിക്കണം പാർട്ടി. പിന്നെ അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഒരു ദോഷം വരരുത് കേട്ടോ. അയാൾ നിരപരാധിയാ. അവളാണ് എല്ലാം ഇങ്ങനെ ഏഷ്ണികേറ്റി ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. അമ്പിളിക്കുട്ടനെ ദോഷം വരും, വേറെ ആർക്കും ദോഷം വരില്ല. അവനെ ഈ പഞ്ചായത്തിൽ നിന്ന് ഞാൻ കടത്തും. എടാ അമ്പിളിക്കുട്ട, ദൈവം എൻ്റെ കൂടെയാണെടാ. ഇന്ന് വൈകുന്നേരം 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷൻ ആർക്കുന്ന അതിൻ്റെ കൊച്ചന്. എടാ, നീ ഒരു 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വാ. അമ്പിളിക്കുട്ട, നിന്നെ പൂട്ടാനുള്ള പൂട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കൂടാ. തങ്കം, കടുപ്പത്തിലൊരു ചായ എടുക്കോ. Alien versus Alien.